ഒരു കാറിന്റെ ഡയറക്ഷൻ ആവശ്യാനുസരണം ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ചേഞ്ച് ചെയ്യാനാണ് സ്റ്റിയറിംഗ് യൂസ് ചെയ്യുന്നത്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലിന്റെ സെൻട്രൽ പൊസിഷനിൽ നിന്നും 1.5 റൗണ്ട് റൈറ്റ് സൈഡിലേക്ക് ഫുൾ ടേണിംഗ് റേഡിയസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ സ്റ്റിയറിംഗ് വീൽ 1.5 റൗണ്ട് റിട്ടേൺ തിരിച്ചാൽ സെൻട്രൽ പൊസിഷനിൽ തിരിച്ച് എത്തുന്നതാണ്. സ്റ്റിയറിംഗ് വീലിന്റെ സെൻട്രൽ പൊസിഷനിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് 1.5 റൗണ്ട് ഫുൾ ടേണിംഗ് റേഡിയസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ സ്റ്റിയറിംഗ് വീൽ 1.5 റൗണ്ട് റിട്ടേൺ തിരിച്ചാൽ സെൻട്രൽ പൊസിഷനിൽ തിരികെ എത്തുന്നതാണ്. സ്റ്റിയറിംഗിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ലിവറിന് 3 ഫങ്ഷൻസ് ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ പൊസിഷനിൽ ലെഫ്റ്റ് ഇൻഡിക്കേഷനായി റൈറ്റ് ഇൻഡിക്കേഷനായി യൂസ് ചെയ്യുന്നു. ഫോർവേഡ് ബാക്ക്വേഡ് പൊസിഷനിൽ ഹെഡ് ലൈറ്റിന്റെ ബ്രൈറ്റ് ലൈറ്റ് ആയും ഡിം ലൈറ്റ് ആയും യൂസ് ചെയ്യുന്നു. ഈ ഒരു ലിവറിന്റെ എഡ്ജിൽ ഫ്രണ്ടിലേക്ക് തിരിച്ചാൽ പാർക്ക് ലൈറ്റും ഡിം ലൈറ്റും ഓൺ ആവുന്നതാണ്. ഇൻഡിക്കേഷൻ ലിവർ താഴേക്ക് പ്രസ് ചെയ്ത റൈറ്റ് ഇൻഡിക്കേഷനായും മുകളിലേക്ക് പ്രസ് ചെയ്ത ലെഫ്റ്റ് ഇൻഡിക്കേഷനായും യൂസ് ചെയ്യുന്നു. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും കാറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് പുറകിൽ നിന്നും വരുന്ന വണ്ടിക്കും മുൻപിൽ നിന്നും വരുന്ന വണ്ടിക്കും മുന്നറിയിപ്പ് നൽകാനാണ് ഇൻഡിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് കാറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് ഏകദേശം 300 മീറ്റർ മുൻപ് ഇൻഡിക്കേറ്റർ ഇടണം. പുറകിൽ നിന്നും വരുന്ന വണ്ടിക്ക് സ്പീഡ് കൺട്രോൾ ചെയ്ത് അപകടം ഉണ്ടാകാതെ ഇരിക്കാനും എതിർദിശയിൽ നിന്നും വരുന്ന വണ്ടിക്ക് സുഗമമായി സഞ്ചരിക്കാനും ഇൻഡിക്കേഷൻ യൂസ് ചെയ്യേണ്ടത് വളരെയധികം പ്രാധാന്യമായ ഒരു കാര്യമാണ്. രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ ലോ ബീം ഹൈ ബീം യൂസ് ചെയ്യണമെങ്കിൽ ഫോർവേഡ് ബാക്ക്വേഡ് ഡയറക്ഷനിൽ ഈ ലിവർ യൂസ് ചെയ്യണം. ഇതിന്റെ യൂസേജ് രാത്രികാലങ്ങളിൽ ബ്രൈറ്റ് ലൈറ്റ് അതായത് ഹൈ ബീം യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ എതിർദിശയിൽ വരുന്ന കാറിലെ ഡ്രൈവറുടെ കണ്ണിലേക്ക് ബ്രൈറ്റ് ലൈറ്റ് എത്തിയാൽ അവർക്കത് ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചിലപ്പോൾ അപകടം വരെ ഉണ്ടായേക്കാവുന്നതുമാണ്. അങ്ങനെ അപകടം ഉണ്ടാവാതെ ഇരിക്കാനും സേഫായി ഡ്രൈവ് ചെയ്യാനുമാണ് ഈ ലിവർ ഡിം സ്വിച്ചും കൊടുത്തിരിക്കുന്നത്. എതിർദിശയിൽ വണ്ടി ഇല്ലാത്തപ്പോൾ ഹൈ ബീം യൂസ് ചെയ്യുക, വണ്ടി ഉള്ളപ്പോൾ ഡിം ലൈറ്റ് യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക. മഴയുള്ള സമയത്ത് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിലെ വെള്ളം റിമൂവ് ചെയ്ത് റോഡിലെ വിഷൻ ക്ലിയർ ചെയ്യാനാണ് വൈപ്പർ യൂസ് ചെയ്യുന്നത്. 3 ഡിഫറൻറ്റ് സ്പീഡിൽ വൈപ്പർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒരു കാറിനുള്ളിലെ ഗിയറുകളെ ഫസ്റ്റ് ഗിയറിൽ നിന്നും സെക്കൻഡ് ഗിയറിലോട്ട്, സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡിലേക്കും, തേർഡിൽ നിന്ന് ഫോർത്തിലേക്കും, ഫോർത്തിൽ നിന്ന് ഫിഫ്ത്തിലേക്കും, അതുപോലെ തന്നെ റിവേഴ്സ് മോഡിലേക്കൊക്കെ ഗിയറിനെ ചേഞ്ച് ചെയ്യാനാണ് ഗിയർ ഷിഫ്റ്റർ യൂസ് ചെയ്യുന്നത്. ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത് വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ വാഹനം മുന്നോട്ടും പുറകോട്ടും മൂവ് ചെയ്യാതെ ഇരിക്കാനാണ് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഹാൻഡ് ബ്രേക്ക് പ്രധാനമായും വാഹനത്തിലെ പുറകിലെ 2 വീലുകളുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് ഇടാൻ ഹാൻഡ് ബ്രേക്ക് ലിവർ ഒറ്റ വലി വലിച്ചാൽ മതി. എന്നാൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണമെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ലിവർ മുകളിലോട്ടൊന്ന് വലിച്ചതിന് ശേഷം ഹാൻഡ് ബ്രേക്കിന്റെ എഡ്ജിലുള്ള ലിവറിൽ പ്രസ് ചെയ്താൽ ഹാൻഡ് ബ്രേക്ക് നിഷ്പ്രയാസം റിലീസ് ചെയ്യാവുന്നതാണ്. സിമ്പിൾ. ലെഗ് കൺട്രോൾസിൽ ഇടത് നിന്ന് ആദ്യം ക്ലച്ച് പെഡലാണ്, രണ്ടാമത്തേത് ബ്രേക്ക് പെഡലാണ്, അതായത് സെൻട്രൽ. മൂന്നാമത് റൈറ്റ് സൈഡിൽ ആക്സിലേറ്റർ പെഡൽ. ABC കൺട്രോൾസ് എന്നും ലെഗ് കൺട്രോൾസിനെ പറയും. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, അതാണ് ABC കൺട്രോൾസ്. ഇനി ഇതൊന്ന് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ആക്സിലറേറ്റർ. ഓരോ ഗിയറിനും ഓരോ സ്പീഡുണ്ട്, അതായത് ഗിയറിന്റെ സ്പീഡ് കൂട്ടാൻ നമ്മളെ സഹായിക്കുന്നത് ആക്സിലറേറ്റർ ആണ്. സെക്കൻഡ് വൺ, ബ്രേക്ക്. ആക്സലറേഷൻ യൂസ് ചെയ്ത് കൂട്ടിയ സ്പീഡിനെ നമ്മുടെ കൺട്രോളിൽ ആക്കി കാറിനെ നിയന്ത്രിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് ബ്രേക്ക്. തേർഡ് വൺ, ക്ലച്ച്. എൻജിൻ പവറിനെ ഗിയർ ബോക്സിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യാനാണ് ക്ലച്ച് പെഡൽ യൂസ് ചെയ്യുന്നത്. നിർത്തിയിട്ട കാർ ഫസ്റ്റ് ഗിയറിൽ മൂവ് ചെയ്യുമ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുമാണ് ക്ലച്ച് യൂസ് ചെയ്യുന്നത്. ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച് ഇവയുടെ യൂസേജ് നോക്കാം.
ക്ലച്ച് പെഡൽ യൂസ് ചെയ്യുന്നത് ഉറപ്പായി ഇടതുകാൽ വെച്ച് മാത്രം ആയിരിക്കണം. ബ്രേക്കും ആക്സിലറേറ്ററും വലതുകാൽ യൂസ് ചെയ്ത് ആയിരിക്കണം. ആക്സിലറേറ്റർ പെഡലിൽ എപ്പോഴും കാല് വെക്കുന്നത് അപകടമാണ്. ബ്രേക്ക് പെഡലിന് മുകളിലായിരിക്കണം കാല് റെസ്റ്റ് ചെയ്യേണ്ടത്. ഇത് വെച്ച് ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യാനല്ല. ആക്സിലറേറ്റർ ആവശ്യത്തിന് മാത്രം കൊടുക്കുക. ആക്സിലറേഷൻ ചെയ്യാത്ത വളവ്, ഇറക്കം ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ വലത് കാല് എപ്പോഴും ബ്രേക്ക് പെഡലിൽ ആയിരിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഷെയർ മൈ വീഡിയോസ്. താങ്ക് യു. Yeah.